സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഇലക്ട്രൽ ബോണ്ടല്ല, കള്ളപ്പണത്തിൻ്റെ സമാഹരണമാണ് നടന്നത് എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ കുറച്ചൊക്കെ നമ്മളുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് എന്നുള്ളതാണ്. 2019 ഏപ്രിൽ മുതൽ 2023 വരെയുള്ള കണക്കാണ് ഇപ്പോൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് BJP തന്നെയാണ്. ഏതാണ്ട് 6606 കോടി രൂപയാണ് BJPക്ക് ഇതായിട്ട് ലഭിച്ചത്. തൊട്ട് പിന്നാലെ വന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് 1606 കോടി രൂപയോ മറ്റോ ആണ്. കോൺഗ്രസ്സിന് അതിന് 3-ാം സ്ഥാനത്തുണ്ട്. തൊട്ട് പിന്നിൽ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് 1421.9 കോടി രൂപ. ഇത് നേർക്ക് നേരെയുള്ള വിവരങ്ങൾ മാത്രമാണ്. അതായത് ഇലക്ട്രൽ ബോണ്ടായിട്ട് എത്ര കമ്പനികൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി, എന്നൊക്കെ വാങ്ങി, എത്ര കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത്, അതിൽ എത്ര കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ലഭ്യമല്ലാത്തത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ ആ ബോണ്ട് ഏത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഏത് പാർട്ടിയാണ് അത് പൈസയാക്കി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി കമ്പനി ഉടമ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റൊരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. 1603 കോടി രൂപയുടെ മറ്റോ ആണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. കൃത്യമായ കണക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ഈ തുക ഏത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും മറ്റ് ചില രസകരമായ വിവരങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ വിവരങ്ങൾ നോക്കുമ്പോഴാണ് ഇത് ഇലക്ട്രൽ ബോണ്ടല്ല, കള്ളപ്പണത്തിൻ്റെ വിനിമയമാണ് നടന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അതായത് കമ്പനികൾ അനധികൃതമായി സമ്പാദിച്ചതോ നികുതി അടയ്ക്കാതെ അനധികൃത സമ്പാദ്യമായി സൂക്ഷിച്ചതോ ആയ പണം രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ ഉപയോഗിക്കുകയും അത് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. അതായത് കള്ളപ്പണം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ എത്തിയ പണത്തിൻ്റെ 47% മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് 2018 മുതൽ ഇലക്ട്രൽ ബോണ്ട് അന്നത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 54% എത്തിയിരിക്കുന്നത് BJPയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത്, ഇപ്പോൾ ഈ കമ്പനികൾ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനികളുടെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പണം വിപണനം, അതായത് പണം ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകുകയും ചെയ്ത കമ്പനികളിൽ പലതിൻ്റെയും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് മുമ്പോ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവിലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ ആദായനികുതി വകുപ്പിൻ്റെയോ CBIയുടെയോ ഒക്കെ പരിശോധന ഈ കമ്പനികളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏതാണ്ട് 14 കമ്പനികൾ, ആദ്യത്തെ മുൻനിരയിലുള്ള 14 കമ്പനികൾ ഈ വിധത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി തന്നെ നമുക്കെടുക്കാം. സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോണ്ട് വഴി തുക നൽകിയ 30 കമ്പനികളിൽ 14 എണ്ണത്തിലാണ് ഈ വിധത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയാണ്. 2020 ഒക്ടോബറിനും 2023 ഒക്ടോബറിനും ഇടയ്ക്കാണ് 1368 കോടി രൂപയുടെ ബോണ്ട് ഈ കമ്പനി വാങ്ങുന്നത്. ആ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. 2020 ഒക്ടോബറിനും 2023 ഒക്ടോബറിനും ഇടയിൽ. 2022 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള, ഈ കമ്പനി മാത്രമല്ല സാന്റിയാഗോ മാർട്ടിൻ്റെ കീഴിലുള്ള പല കമ്പനികളുണ്ട്, ഈ ഗ്രൂപ്പിൻ്റെ വിവിധ കമ്പനികളിൽ പരിശോധന നടത്തി കള്ളപ്പണം ഉണ്ട് എന്ന് കണ്ടെത്തി. എന്നിട്ട് 409 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. ഇത് സംബന്ധിച്ചുള്ള കേസ്, പ്രോസിക്യൂഷൻ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ അന്തിമ തീർപ്പ് എന്താവും എന്ന് നമുക്കറിയില്ല. പക്ഷേ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ED റെയ്ഡിന് മുമ്പും പിമ്പും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ED റെയ്ഡ് നടക്കുന്നതിന് മുമ്പ്, ED 2022 റെയ്ഡ് നടത്തി കള്ളപ്പണമുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അതായത് കണക്കിൽപ്പെടാത്ത പണമായിരിക്കാം ഒരുപക്ഷെ ഇലക്ട്രൽ ബോണ്ടിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 1000 ചില്ലറ കോടി രൂപയുടെ
ബോണ്ടാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി വാങ്ങിയിരിക്കുന്നത്. ഇതിൽ സിംഹഭാഗവും പോയിട്ടുണ്ടാവുക BJPയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ തുക മുഴുവനായി കോൺഗ്രസിൻ്റെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ DMKയുടെയോ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കിട്ടിയ തുകയേക്കാൾ കൂടുതൽ തുക ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുമായിരുന്നു. അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ തന്നെ കരുതണം. അപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കണക്കിൽപ്പെടാത്ത പണമുണ്ട് എന്ന്, അല്ലെങ്കിൽ അനധികൃത സമ്പാദ്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ കള്ളപ്പണമുണ്ട് എന്ന് ED കണ്ടെത്തുന്നതിന് മുൻപും ശേഷവും നടത്തിയ സംഭാവനയിൽ സിംഹഭാഗവും BJPയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ വലിയ പ്രശംസ ചൊരിഞ്ഞൊരു കമ്പനിയാണിത്. 2019 ഒക്ടോബറിൽ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധന ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് ഈ കമ്പനി വാങ്ങാൻ തുടങ്ങുന്നത്. 966 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ഈ കമ്പനി വാങ്ങിയത്. നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പ്രശംസിക്കുന്നു, ആദായനികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നു. തൊട്ട് പിറകെ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കാൻ ഈ കമ്പനി തീരുമാനിക്കുന്നു. പണം എങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് പാഴൂർ പടിക്കൽ പോയി ഗണിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പോയിരിക്കാൻ ഇടയുള്ള ഏറ്റവും സാധ്യതയുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് BJPയുടെ അക്കൗണ്ട് തന്നെയാണ്. മറ്റൊന്ന് യശോദ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്. ഉത്തർപ്രദേശിലും ഇവർക്ക് വലിയൊരു ഹോസ്പിറ്റലുണ്ട്. 2020 ഡിസംബറിൽ അവിടെ ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുന്നു. 2021 ഒക്ടോബറിൽ 162 കോടി രൂപ ബോണ്ട് വഴി ഈ ഹോസ്പിറ്റൽ കമ്പനി സംഭാവന നൽകുന്നു. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ 3 കമ്പനികൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നുള്ളൂ. ഇങ്ങനെ 10-14 കമ്പനികളുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ ആദായനികുതി വകുപ്പിൻ്റെയോ CBIയുടെയോ ഒക്കെ പരിശോധനയ്ക്ക് ശേഷമോ അതിന് തൊട്ട് മുമ്പോ ഒക്കെ ആയിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന നൽകിയ കമ്പനികൾ 10-14 ഉണ്ട്. ഇത് പ്രാഥമിക പരിശോധനയിൽ നമുക്ക് മനസ്സിലായ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ പോർട്ടലുകൾ, ഇപ്പോൾ ദ ക്വിൻറ്റ് പോലെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പത്രങ്ങളൊക്കെ നടത്തിയ പരിശോധനയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഈ പറയുന്നത്. അവർ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ സൈറ്റിലൊക്കെ പോയി വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ കമ്പനി സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ, ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ്. ഈ മാർട്ടിൻ്റെ കമ്പനിയുടെ 2019 മുതൽ 2023 വരെയുള്ള അറ്റാദായമായിട്ട്, അതായത് ഈ 2019 മുതൽ 2023 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കാലയളവിലുള്ള കമ്പനിയുടെ അറ്റാദായമായിട്ട് കാണിച്ചിരിക്കുന്നത് 215 കോടി രൂപയാണ്. അത് കമ്പനികാര്യ മന്ത്രാലയത്തിന് കൊടുത്തിരിക്കുന്ന ആനുവൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയതാണ്. 215 കോടി രൂപ മാത്രമാണ് ഈ കാലയളവിൽ ഈ കമ്പനിയുടെ അറ്റാദായം. അങ്ങനെ അറ്റാദായമുള്ളൊരു കമ്പനി ഈ കാലയളവിൽ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1368 കോടി രൂപയാണ്. അതായത് ആകെ അറ്റാദായത്തിൻ്റെ 635% ഇലക്ട്രൽ ബോണ്ടിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായി സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി നൽകിയിരിക്കുന്നത്. അറ്റാദായത്തിൽ 10 മടങ്ങ് കൂടുതൽ ഒരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകണമെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ആ പണം കള്ളപ്പണമാണ് എന്നത് മാത്രം. മറ്റൊരു കമ്പനിയോട് നമുക്ക് പരിശോധിക്കാം. ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ അറ്റാദായം എന്ന് പറയുന്നത് 109 കോടി രൂപയാണ്. അത് ഈ കാലയളവിൽ തന്നെ 2019 മുതൽ 2023 വരെയുള്ള കാലയളവിലെ അറ്റാദായം എന്ന് പറയുന്നത് 109 കോടി രൂപയാണ്. ഇവർ വാങ്ങിയിരിക്കുന്ന ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നത് 410 കോടി രൂപയാണ്. അറ്റാദായത്തിൻ്റെ 377%. വേറൊരു കമ്പനി, അത് കൗതുകകരമാണ്, മദൻലാൽ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി. അറ്റാദായം 10 കോടിയേ ഉള്ളൂ. ഓഹരി വിപണിയിൽ ഇപ്പോൾ ഈ കമ്പനിയുടെ ഓഹരിയുടെ വില എന്ന് പറയുന്നത് 0 താഴെയാണ്. അതായത് മൈനസാണ്, വാങ്ങാൻ ആളില്ല, വിൽപ്പനയും നടക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ അറ്റാദായം ആകെ 10 കോടി രൂപയേ ഉള്ളൂ. പക്ഷേ സംഭാവന കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത് 185 കോടി രൂപയാണ്. അറ്റാദായത്തിൻ്റെ 1874%. 10 കോടി രൂപ മാത്രം അറ്റാദായം കാണിക്കുന്ന ഓഹരി വിപണിയിൽ ഓഹരി മൂല്യം എന്ന് പറയുന്നത് 0 താഴെയുള്ളൊരു കമ്പനി 185 കോടി രൂപ സംഭാവനയായി നൽകണമെങ്കിൽ അത് എവിടെ നിന്ന് വന്നു? ഈ കമ്പനി തന്നെയാണോ ഇത് കൊടുത്തിരിക്കുന്നത്? അതോ ഈ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മറ്റ് കമ്പനികളിൽ നിന്നുള്ള അനധികൃതമായ പണം ഈ കമ്പനി വഴി റൂട്ട് ചെയ്ത് ഇലക്ട്രൽ ബോണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയതാണോ? ഇതൊക്കെ
പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് 2019 ശേഷം നിലവിൽ വന്ന കമ്പനികൾ, അതായത് 2019 ഏപ്രിൽ മുതൽ 2023 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 2019 മാത്രം, 2019 അതിന് ശേഷമോ മാത്രം നിലവിൽ വന്ന 28 കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അസ്കസ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പശ്ചിമ ബംഗാളിലെ കമ്പനിയാണ്. ഈ കമ്പനിയുടെ അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്നത് 1.5 കോടി രൂപ മാത്രമാണ്. ഓഹരി മൂലധനമായി, അതായത് ഓഹരികൾ വിറ്റ് സമാഹരിച്ച മൂലധനം എന്നായിട്ട് കാണിച്ചിരിക്കുന്നതും 1.5 കോടി രൂപ മാത്രം. അതായത് മൊത്തം അടച്ചു തീർത്ത മൂലധനവും ഓഹരി വഴിയുള്ള മൂലധന സമാഹരണവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3 കോടി രൂപ എന്ന് നമുക്ക് കണക്കാക്കാം. ഈ കമ്പനി 2019 ശേഷം നിലവിൽ വന്നൊരു കമ്പനിയാണ്. ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തിരിക്കുന്നത് 22 കോടി രൂപയാണ്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പനിയാണോ അതോ ഈ ഗ്രൂപ്പിൽപ്പെടുന്ന മറ്റ് കമ്പനികളുടെ അനധികൃത സമ്പാദ്യമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഈ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിലേക്ക് 22 കോടി രൂപ കൊടുത്തതാണോ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്, അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്, പുറത്തു വരേണ്ട വിവരങ്ങളാണ്. ഇനി വേറെ ഒരു കൗതുകം കൂടിയുണ്ട്. ഈ കമ്പനികൾ, നമ്മൾ ഈ സംഭാവന ചെയ്ത കമ്പനികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഓഹരി വിൽപ്പനയിലൂടെ 1 ലക്ഷം രൂപ മാത്രം സമാഹരിച്ച കമ്പനികൾ, അതായത് ഓഹരി വിൽപ്പനയിലൂടെ ഏറ്റവും മിനിമം നിങ്ങൾ ഓഹരി വിൽപ്പനയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഓഹരിയെങ്കിലും വിറ്റ് 1 ലക്ഷം രൂപയുടെ മൂലധനമെങ്കിലും ഓഹരി വിൽപ്പനയിലൂടെ സമാഹരിക്കണം എന്നാണ് വ്യവസ്ഥ. അങ്ങനെ 1 ലക്ഷം രൂപ മാത്രം ഓഹരി വിറ്റ് സമാഹരിച്ച കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളിൽ 43 എണ്ണമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹണിവെൽ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. 30 കോടിയുടെ ബോണ്ടാണ് ഈ കമ്പനി, ഇലക്ട്രൽ ബോണ്ടാണ് ഈ കമ്പനി വാങ്ങിയത്. അതായത് 30 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിരിക്കുന്നു എന്ന് ചുരുക്കം. കമ്പനിയുടെ ഓഹരി മൂലധനം, അതായത് ഓഹരി വിറ്റ് സമാഹരിച്ച മൂലധനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പല കമ്പനികളുണ്ട്. ഈ 43 കമ്പനികളിൽ 10 കോടി, 5 കോടി, 4 കോടി, 3 കോടി, ഇങ്ങനെ പല കോടികൾക്ക് ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പട്ടിക ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല തരത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയോ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുമ്പോൾ 2018 ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇതൊക്കെ സംഭാവന ചെയ്യുന്നത്, എത്രയാണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ള വിവരം പൂർണ്ണമായി പബ്ലിക് ഡൊമൈനിൽ എത്തുന്നില്ല. അവരത് രഹസ്യമാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി, അതായത് സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവരുന്നത്. ഇതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾ സംഭാവന ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിയമപ്രകാരമായിരിക്കും, നിയമവിധേയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സുതാര്യമായൊരു സംവിധാനമായിരിക്കും ഇത് എന്നാണ് നരേന്ദ്രമോദി സർക്കാർ അന്ന് വാഗ്ദാനം ചെയ്തത്. അന്ന് തന്നെ CPI, CPM പോലെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, ഇവരൊക്കെ ഈ സംവിധാനത്തെ ചോദ്യം ചെയ്തിരുന്നു. അവരാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഈ വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് SBI ഈ വിവരം പുറത്തുവിടാൻ ജൂൺ 30 വരെ സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി അത് അനുവദിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നില്ല, മറിച്ച് കള്ളപ്പണം യാതൊരു തടസ്സവും കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താനുള്ളൊരു സംവിധാനമൊരുക്കലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ ഒഴുകിയ കള്ളപ്പണത്തിൻ്റെ 54% എത്തിയിരിക്കുന്നത് BJPയുടെ അക്കൗണ്ടിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഓർക്കണം, കള്ളപ്പണം ഇല്ലാതാക്കാനായി രാജ്യത്ത് നോട്ട് നിരോധിച്ച പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളപ്പണം ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇவ்விധത്തിൽ കള്ളപ്പണം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലെത്തിക്കാൻ സംവിധാനമൊരുക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.